ക്വസ്റ്റ്യൻ ഇതാണ്. റൈറ്റ് ദ സൊല്യൂഷൻ ഓഫ് ദി ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2 is equal to 0 in roster form. അതായത് എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2 is equal to 0 എന്ന് പറയുന്ന ഇക്വേഷന്റെ സൊല്യൂഷനെ നിങ്ങൾ റോസ്റ്റർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ എക്സാമിൽ ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും? ഇപ്പൊ നമുക്ക് എന്നാ വേണമെങ്കിൽ ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞ് വിളിക്കാം. ക്യാപിറ്റൽ എ is equal to set of all x such that x square plus 3x plus 2 is equal to 0. Okay, set of all x such that x square plus 3x plus 2 is equal to 0. Convert this into roster form. ഇത് നമ്മൾ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം? റോസ്റ്റർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണം. നമുക്ക് രണ്ട് രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ക്വസ്റ്റ്യൻ ചിലപ്പോൾ ആദ്യം ചോദിക്കുന്നത് വെർബലായിട്ട് ചോദിക്കും. റൈറ്റ് ദ സൊല്യൂഷൻ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2 is equal to 0 in the roster form. ഓക്കെ, ഇനി അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ചോദിക്കുന്നത് ഇതിനെ ഒരു സെറ്റ് ബിൽഡർ ഫോമിൽ നമുക്ക് തന്നേക്കും. ആ സെറ്റ് ബിൽഡർ ഫോമിൽ തന്നിട്ട് ആ കാണുന്ന സെറ്റ് ബിൽഡർ ഫോമിനെ ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യാൻ റോസ്റ്റർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ചോദിക്കും. അപ്പൊ എനിഹൗ നമുക്ക് ഈ കാണുന്ന സെറ്റിനകത്ത് വരുന്ന എലമെന്റ്സുകൾ നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. അതാണ് നമ്മുടെ ആദ്യത്തെ എയിം എന്ന് പറഞ്ഞിരിക്കുന്നത്, ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത് ഇതെന്ന് പറയുന്നത് ഈ കാണുന്ന എക്സുകൾ എന്ന് പറയുന്നത് ഈ കാണുന്ന ഇക്വേഷന്റെ സൊല്യൂഷൻസ് ആണ്. അപ്പൊ നമുക്ക് ആ ഇക്വേഷൻ നമുക്ക് ഇങ്ങോട്ട് എഴുതാം. എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2 is equal to 0. ഇത് എന്ത് ടൈപ്പ് ഇക്വേഷൻസ്? ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്, അല്ലെ? ഇതിന് നമുക്ക് പറയുന്നത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയും. കാരണം കൃതി രണ്ടായിട്ടുള്ള ഒരു സമവാക്യമാണ്. അപ്പൊ നമ്മൾ രണ്ടാം കൃതി സമവാക്യങ്ങൾ അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് അല്ലെങ്കിൽ CBSE-ക്കാർ അതിന് ഇത്തിരി കൂടി സ്റ്റാൻഡേർഡൈസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. ഇതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. അങ്ങനെ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിന്റെ അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങൾ പലതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. CBSE-ക്കാർ പല മാർഗങ്ങൾ പഠിച്ചിട്ടുണ്ട്, അതിനൊക്കെ സ്റ്റേറ്റുകാരും പല മാർഗങ്ങളും പഠിച്ചിട്ടുണ്ട്. അത് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മാർഗം എന്ന് പറയുന്നത് ക്വാഡ്രാറ്റിക് ഫോർമുല അപ്ലൈ ചെയ്യുക എന്ന് പറയുന്നതാണ്, അല്ലെ? ക്വാഡ്രാറ്റിക് ഫോർമുല. അതായത് ക്വാഡ്രാറ്റിക് ഫോർമുല പറഞ്ഞതാണ്. ഞാനിവിടെ സൈഡിലായിട്ട് നമുക്ക് എഴുതാം ക്വാഡ്രാറ്റിക് ഫോർമുല. ക്വാഡ്രാറ്റിക് ഫോർമുല പറയുന്നതാണ് ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c is equal to 0 എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ് എന്നുണ്ടെങ്കിൽ, രണ്ടാം കൃതി സമവാക്യമാണെന്നുണ്ടെങ്കിൽ അവിടെ x എന്ന് പറയുന്നത് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a ക്ക് ഈക്വൽ ആയിരിക്കുമെന്നാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് ഈ കാണുന്ന ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ ഫോർമുലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ദിസ് ഫോർമുല ഈസ് നോൺ ആസ് ക്വാഡ്രാറ്റിക് ഫോർമുല. ഇതിനെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നത്? ക്വാഡ്രാറ്റിക് ഫോർമുല എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കും. അപ്പൊ നമുക്കിവിടെ എ എന്ന് പറയുന്നത് എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ്, ബി എന്ന് പറയുന്നത് എക്സിന്റെ കോഎഫിഷ്യന്റ്, സി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് ആ രീതിയിൽ തന്നെ നമുക്ക് എടുക്കാം. ഇവിടെ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് 1, എക്സിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് 3, ഇനി കോൺസ്റ്റന്റ് 2. അപ്പൊ നമുക്ക് ആദ്യം a is equal to 1 എന്ന് പറഞ്ഞിട്ട് എഴുതാം. ബി എന്ന് പറയുന്നത് 3 ആണ്, സി എന്ന് പറയുന്നത് 2 ആണ്. അങ്ങനെ നമുക്ക് x is equal to നമുക്ക് എഴുതാം. x is equal to നമുക്ക് എങ്ങനെ എഴുതാൻ പറയാം? മൈനസ് ബി, ദാറ്റ് ഇസ് മൈനസ് 3 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ, അതായത് 3 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ എന്ന് പറയുന്ന 1 ഇൻറ്റു സി 2 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എ, 2 ഇൻറ്റു എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 1. That is equal to minus 3 plus or minus root of 3 square എന്ന് പറഞ്ഞാൽ 9 minus 4 into 2 8 divided by 2. That is equal to minus 3 plus or minus root 1. Root 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയാണ്? 1 തന്നെയാണ്. കാരണം 9 minus 8 1 ആണ്. root 1 തന്നെ കിട്ടി divided by 2. is equal to നമുക്ക് ഇവിടെ കിട്ടും minus 3 plus 1 divided by 2 or minus 3 minus 1 divided by 2. ഇവിടെ നമുക്ക് കിട്ടുന്നത് മൈനസ് 3 പ്ലസ് 1 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ മൈനസ് 2 ബൈ 2 ഓർ ഇവിടെ മൈനസ് 3 മൈനസ് 1 മൈനസ് 4 ഡിവൈഡ് ബൈ 2. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 1 ഓർ മൈനസ് 2. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്ന സൊല്യൂഷൻസ് എക്സിന്റെ വാല്യൂസ് എന്ന് പറയുന്നത് മൈനസ് 1 അല്ലെങ്കിൽ മൈനസ് 2 എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പൊ ഈ രണ്ട് വാല്യൂസും എക്സിന് നമുക്ക് അക്സെപ്റ്റബിൾ ആണ്.
അപ്പൊ നമുക്ക് എക്സിന്റെ വാല്യൂസ് നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇതിനെ റോസ്റ്റർ ഫോമിലോട്ട് എഴുതണമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഇവിടുത്തെ എക്സുകള് റോസ്റ്റർ ഫോമിലോട്ട് എഴുതണം. ഇവിടുത്തെ എക്സുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് വാല്യൂസ് ആണ് കിട്ടിയിരിക്കുന്നത്, -1 -2. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ റോസ്റ്റർ ഫോം എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ എഴുതും. റോസ്റ്റർ ഫോം ഈസ് ക്യാപിറ്റൽ A is equal to അവിടെ വന്നിരിക്കുന്ന ആ രണ്ട് എലമെന്റ്സുകൾ ഒന്ന് -1 പിന്നെ -2 അതിനെ കോമ്പൗണ്ട് സെപ്പറേറ്റ് ചെയ്തു എൻക്ലോസ്ഡ് വിത്തിൻ ബ്രേസസ്. അതിനകത്താക്കി ബ്രേസസിനകത്ത്. അപ്പം ഇത് വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്. എക്സാമിന് പരാമർശിച്ച് ചോദിച്ചിട്ടുള്ള മോഡലാണിത്. എന്താണ്, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നിട്ട് പറയും ആ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷന്റെ സെറ്റ് എഴുതാൻ പറയും റോസ്റ്റർ ഫോമിൽ എഴുതാൻ പറയും. റോസ്റ്റർ ഫോമിൽ എഴുതാൻ പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ എക്സിന്റെ വാല്യൂസ് കണ്ടുപിടിക്കുക. ആ എക്സിന്റെ വാല്യൂസ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുക, ലിസ്റ്റ് ഔട്ട് ചെയ്യുക, അതിനെ ബ്രേസസിനകത്ത് എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്ക് ഒരു സെറ്റ് ബിൽഡർ ഫോമിൽ നമുക്ക് തന്നിരിക്കുന്നതിന് ഒന്ന് റോസ്റ്റർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ആ മോഡലിലെ ക്വസ്റ്റ്യൻ നമ്മൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. അതിനകത്ത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്ത് പറയാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്, set B is equal to set of all x such that എക്സിന്റെ വാല്യൂ പറഞ്ഞിരിക്കുന്നത് x is equal to n² എന്നാ പറഞ്ഞിരിക്കുന്നത്. അവിടെ n-ന് റെസ്ട്രിക്ഷൻ ഉണ്ട്. റെസ്ട്രിക്ഷൻ പറഞ്ഞിരിക്കുന്നതാണ് 2 less than x less than 90. 90 വേണ്ട, നമുക്ക് അത്രയ്ക്കൊന്നും പോണ്ട. 12. 2 less than x less than 12. x എല്ലാം അവിടെ n ആണ്. n-ന്റെ വാല്യൂ ആണ് ചേഞ്ച് വരുന്നത്. സോ n less than. ഓക്കെ, അപ്പം ബി എന്ന് പറയുന്നത് എങ്ങനെയാ പറയുന്നത്, സെറ്റപ്പോൾ എക്സ് സച്ച് ദാറ്റ് x is equal to n². x എന്ന് പറയുന്നത് n-ന്റെ സ്ക്വയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് അവിടെ n-ന്റെ കാര്യം നമുക്ക് പറയുന്നുണ്ട്. n-ന്റെ വാല്യൂ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, 2-നെക്കാട്ടി കൂടുതലായിരിക്കണം, 12-നെക്കാട്ടി കുറവായിരിക്കണം. ഓക്കെ, എന്നിട്ട് അവിടെ നമുക്ക് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. അവിടെ n എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ ആണ്. നമ്മൾ അതും കൂടി നമ്മളിവിടെ മെൻഷൻ ചെയ്തിരിക്കണം കേട്ടോ. n എന്ന് പറയുന്നതാണ് നാച്ചുറൽ നമ്പർ. കാരണം അല്ലെങ്കിൽ നമുക്ക് ബാക്കിയുള്ള എല്ലാ നമ്പേഴ്സും ഇവിടെ എടുക്കേണ്ടി വരും. അതിനുള്ള നമുക്ക് n is a natural number. അപ്പോൾ ഈ സെറ്റ് ബിൽഡർ ഫോം നിങ്ങൾ നോക്കിയാൽ ഇവിടെ കണ്ടീഷൻ പറഞ്ഞ സമയത്ത് ഞാൻ ഒരു കണ്ടീഷൻ പറഞ്ഞു. ആ കണ്ടീഷൻ പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, അതിനെ ഒന്നുകൂടി എന്ത് ചെയ്തു, x എന്ന് പറയുന്നത് ഞാൻ അത് n ആക്കി മാറ്റി. എന്നിട്ട് ഞാൻ പറഞ്ഞത് നാച്ചുറൽ നമ്പർ ആണെന്ന് കാണിക്കുന്നതിന് വേണ്ടി പിന്നെ n is a natural number എന്ന് പറഞ്ഞ അഡീഷൻ എഴുതുകയും ചെയ്തു. അപ്പൊ അതാണ് ഞാൻ പറയാനുള്ള റീസൺ. ഈ കേസ് പറയാനുള്ള റീസൺ ഇതാണ്, നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിൽ നമ്മൾ ഒരു സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ആ റെപ്രസെന്റ് ചെയ്യുന്ന സെറ്റിനകത്തുള്ള എലമെന്റ്സുകളുടെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയുണ്ടോ അത് അത്രയും നമ്മൾ മെൻഷൻ ചെയ്തിരിക്കണം. ഓക്കെ, n നാച്ചുറൽ നമ്പർ അല്ല, ഞാനിവിടെ n പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ n എന്ന് പറയുന്നത് 2-നും 12-നും ഇടയ്ക്കുള്ള ഏത് നമ്പർ വേണമെങ്കിലും ആവാം, ഏത് റിയൽ നമ്പർ വേണമെങ്കിലും ആവാം. അത് വളരെ എന്താണ്, ഒരു വലിയൊരു നമുക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് നമ്പേഴ്സിന്റെ ഈ 2-നും 12-നും ഇടയ്ക്ക് റിയൽ നമ്പേഴ്സ് ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളവിടെ വ്യക്തമായിട്ട് എഴുതണം n is a natural number. n നാച്ചുറൽ നമ്പർ ആണെന്ന് വ്യക്തമായിട്ട് നമ്മളിവിടെ എഴുതിയിരിക്കണം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യാം. x എന്ന് പറയുന്നത് n-ന്റെ സ്ക്വയർ ആയിരിക്കണം, ഇതൊരു സ്ക്വയർ നമ്പർ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സ്ക്വയർ നമ്പറിനകത്ത് n എന്ന് പറയുന്നത് ഏതിനിടയ്ക്കായിരിക്കണം, 2-നും 12-നും ഇടയ്ക്കായിരിക്കും. എനിക്ക് ഇവിടെ x2 എഴുതാം, x ഇടാൻ നേരത്തെ വേറൊരു സെറ്റ് കിട്ടും. നമുക്ക് ഈ പ്രോബ്ലം കഴിഞ്ഞതിന് ശേഷം അതും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ അതനുസരിച്ച് നമ്മളുടെ x is a n is a natural number എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്കൊരു കാര്യം, ഞാൻ ബി എന്നുള്ള സെറ്റ് ഞാൻ റോസ്റ്റർ ഫോമിൽ എഴുതാൻ പോവുകയാണ്. അതിനുവേണ്ടി ഞാൻ ബ്രേസസ് ഞാൻ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തതിനു ശേഷം n-ന്റെ വാല്യൂസ് നമ്മൾ ചൂസ് ചെയ്യണം. n-ന്റെ വാല്യൂസ് എന്ന് പറയുന്നത് 2-നും 12-നും ഇടയ്ക്കുള്ള നാച്ചുറൽ നമ്പേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 2-ന് ശേഷമുള്ള നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്ന നേരത്തെ എവിടെ സ്റ്റാർട്ട് ചെയ്യും, 3-ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പം ആദ്യം നമ്മൾ എഴുതണം, 3-ന്റെ സ്ക്വയർ എഴുതണം അല്ലെ, പിന്നെ 4-ന്റെ സ്ക്വയർ എഴുതണം, പിന്നെ 5-ന്റെ സ്ക്വയർ, 6-ന്റെ സ്ക്വയർ, 7-ന്റെ സ്ക്വയർ, 8-ന്റെ സ്ക്വയർ, 9-ന്റെ സ്ക്വയർ, 10-ന്റെ സ്ക്വയർ, 11-ന്റെ സ്ക്വയർ. 12-ന്റെ സ്ക്വയർ എഴുതുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? n-ന്റെ വാല്യൂ 12-നെക്കാട്ടി ചെറുതായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് നാച്ചുറൽ നമ്പർ ആയിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ 11-ന്റെ സ്ക്വയർ വരെ നമ്മൾ എഴുതിയാൽ മതി. എന്നിട്ട് നമുക്ക് ബേസിസ് ക്ലോസ് ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഫുൾ മാർക്ക് തരും. അല്ലെങ്കിൽ നമുക്ക് ഇതിന് ഒന്നുകൂടി നമുക്ക് എന്ത് ചെയ്യാം, അറിയാവുന്നതാണ്. 3-യുടെ സ്ക്വയർ 9, 16, 25, 36, 49, 64, 81,
100, 121. എങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഫുൾ മാർക്ക് തരും, അല്ല ഈ മോഡൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്ക് നമുക്ക് കിട്ടും. ഓക്കെ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞു, ഞാൻ എക്സ് മാറ്റിയിട്ട് അത് n ആക്കി, എന്നിട്ട് ഞാൻ ഇൻഡിസൈൻ ആക്ഷൻ നമ്പർ അവിടെ പഠിക്കുകയും ചെയ്തു. നമ്മൾ ക്വസ്റ്റിനകത്ത് അങ്ങനെയൊന്നും ഇല്ലേ, n എന്ന് പറഞ്ഞാൽ എഴുതിയിട്ടില്ല. അവർ പറഞ്ഞിരിക്കുന്നത് എത്രയുണ്ട്, ഞാൻ എന്താ ബി എന്ന് പറഞ്ഞാൽ നമുക്ക് സി എന്ന് പറയുന്ന സെറ്റ് ആയിട്ട് ഞാൻ ഇതേ സാധനം തന്നെ സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് x is equal to n square. ഒരു നമ്പറിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് പറയുന്നത്. എന്നിട്ട് അവർ പറഞ്ഞിരിക്കുന്നതാണ് 2 less than x less than 12. ഓക്കെ. എന്നിട്ട് പറയുന്നു n is an action. എന്ന് പറയുന്നത് ആക്ഷൻ നമ്പറാണ്. നോക്കണേ, ഇവിടുത്തെ വ്യത്യാസം ഇവിടെ 2 less than n less than 12 എന്നാണ് പറഞ്ഞത്. ഇവിടെയാണെങ്കിൽ 2 less than x less than 12 എന്ന് പറയുന്നത്. വാട്ട് ഇസ് ദി ഡിഫറൻസ്? ഇവിടെ നമ്മൾ നേരത്തെ 2 less than n less than 12 എന്ന് പറയുന്ന സമയത്ത് നമ്മൾ 2നും 12നും ഇടയ്ക്കുള്ള എല്ലാ നാച്ചുറൽ നമ്പേഴ്സിന്റെയും സ്ക്വയേഴ്സുകൾ നമ്മളോട് എഴുതി വെച്ചു. പക്ഷെ ഇവിടെ അവർ പറയുന്നതാണ് 2 less than x less than 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ അവിടുത്തെ സ്ക്വയർ വാല്യൂ ആണ്, n സ്ക്വയറിന്റെ വാല്യൂ ആണ്. n സ്ക്വയറിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഏതിനും ഇടയ്ക്കായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. 2നും 12നും ഇടയ്ക്കുള്ള n സ്ക്വയർ. n എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ ആണ്. നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 2നും 12നും ഇടയ്ക്കുള്ള നമ്പേഴ്സുകൾ കിട്ടുന്ന ആരൊക്കെയുണ്ട് നമ്മൾ നോക്കാൻ. 2 എന്തായാലും 2 കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത നാച്ചുറൽ നമ്പർ 3 ആണ്. 3 ഒന്നിന്റെയും സ്ക്വയർ അല്ല, ഒരു നാച്ചുറൽ നമ്പറിന്റെയും സ്ക്വയർ അല്ല. 4 എന്ന് പറയുന്നത് ഏത് നാച്ചുറൽ നമ്പറിന്റെ സ്ക്വയർ ആണ്? 2ന്റെ സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് ഉടനെ എഴുതാം is equal to c is equal to ഇവിടെ ആരൊക്കെ വരത്തുള്ളൂ? 2ന്റെ സ്ക്വയർ വരും, 4 വരും. ഇനി നമുക്ക് ഒരു കാര്യം ചേർത്ത് 3ന്റെ സ്ക്വയർ എടുത്ത് നോക്കാം. 3ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 9. 9 12നും 2നും 12നും ഇടയ്ക്ക് കിടക്കുന്നത്. സോ 9 ഉണ്ട്. അടുത്ത 4ന്റെ സ്ക്വയർ ആണ് കിട്ടേണ്ടത്. 4ന്റെ സ്ക്വയർ 16. പക്ഷെ 16 എന്ത് ചെയ്തു? എക്സിന്റെ വാല്യൂ 12ന് അകത്ത് വരെ വരാൻ പാടുള്ളൂ, അല്ലെ? എക്സിന്റെ വാല്യൂ 12ന് അകത്ത് വരെ വരാൻ പാടുള്ളൂ. ഇത് 12ന് വെളിയിൽ പോയി, അപ്പൊ നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. അപ്പൊ നമ്മൾ ആരെയും എടുത്താൽ മതി? 4ഉം 9ഉം എടുത്താൽ മതി. ഇതാണ് ഇവിടുത്തെ റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യനും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കിക്കോണം. നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിൽ തന്നെയാണ് നമുക്ക് 2 ക്വസ്റ്റ്യൻസും പറഞ്ഞിരുന്നത്. പക്ഷെ ഒരു സ്ഥലത്ത് നമുക്ക് എന്നിന്റെ വേരിയേഷനും പറഞ്ഞു, ഇവിടെ ആണെങ്കിൽ എക്സിന്റെ വേരിയേഷനും പറഞ്ഞു. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന സെറ്റുകളുടെ ഡിഫറൻസ് നിങ്ങൾ നോക്കുക. ഓക്കെ, ആ കൺസെപ്റ്റ് മനസ്സിലാക്കി വേണം ഈ 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കേണ്ടത്. അടുത്തത് 2 ക്വസ്റ്റ്യൻസ് കൂടി ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അതായത് റോസ്റ്റർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ്. ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നതാണ്, ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇ എന്ന് പറയുന്ന സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇന്റിജർ. എക്സ് എന്ന് പറയുന്ന ഒരു ഇന്റിജർ ആണ്. എന്നിട്ട് പറഞ്ഞിരിക്കുന്നു എക്സിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 4 എന്നും കാട്ടി ചെറുതോ ഈക്വലോ ആയിരിക്കും. എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. അപ്പൊ നമുക്കറിയാം, നമുക്ക് ഇന്റിജേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം 0, 1, 2, 3, 4 എക്സെട്ര ഇങ്ങനെ പോകുന്നതാണ്. ഇങ്ങോട്ട് -1, -2, -3, -4 എക്സെട്ര ഇങ്ങനെ പോകുന്നതാണ് നമുക്കറിയാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഈ ഇന്റിജേഴ്സിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ ഒന്നുകിൽ മാക്സിമം 4 വരെ വരാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് കണ്ട് ചെറുതായിരിക്കും. അപ്പൊ നമുക്കിവിടെ പോസിറ്റീവ് നമ്പേഴ്സിൽ നമ്മൾ എടുക്കുന്നത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. 0യുടെ സ്ക്വയർ എന്ന് പറയുന്നത് 4 എന്ന് കണ്ട് ചെറുതാണ്. അപ്പൊ 0 നമുക്ക് എടുക്കാം. 1ന്റെ സ്ക്വയർ 1 ആണ്, അത് 4 എന്ന് കണ്ട് ചെറുതാണ്. 2ന്റെ സ്ക്വയർ 4 ആണ്, പക്ഷെ നമുക്കിവിടെ 4 ഈക്വൽ ടു 4 വരെ നമുക്ക് ആൻസർ ചെയ്യാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതും എടുത്തു. ലെഫ്റ്റ് സൈഡിലോട്ട് പോകണം. -1ന്റെ സ്ക്വയർ -1 അല്ല +1 ആണ്. അപ്പൊ നമുക്ക് എടുക്കാം 4 എന്ന് കണ്ട് ചെറുതാണ്. -2ന്റെ സ്ക്വയർ +4 ആണ്, അത് നമുക്ക് എടുക്കാം. -3യുടെ സ്ക്വയർ എടുക്കാൻ എന്ത് സംഭവിക്കും? 9 വരും. 9 എന്ന് പറയുന്നത് 4 എന്ന് കണ്ടി വലിയ നമ്പറാണ്. നമുക്ക് 4 എന്ന് കണ്ടി ചെറിയ നമ്പേഴ്സിന് മാത്രം എടുക്കാനുള്ള പ്രൊവിഷനേ ഉള്ളൂ. കാരണം സെറ്റ് ബിൽഡർ ഫോമിൽ അത് വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കിവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സുകൾ ഞാൻ എന്താ ഈ ടിക്കറ്റിരിക്കുന്ന അത്രയും ഇന്റിജേഴ്സുകൾ മാത്രമേ അവിടെ വന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? ഇ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ആർ. നമുക്ക് എങ്ങനെ എഴുതാം? -2, -1, 0, 1, 2. കണ്ടോ? അപ്പൊ ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ മനസ്സിലാക്കണം, എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്റിജർ ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നാച്ചുറൽ നമ്പർ ആണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ നമുക്ക് ഇവിടെ 1ഉം 2ഉം മാത്രമേ വരത്തുള്ളായിരുന്നു. ഹോൾ നമ്പർ ആണ് പറഞ്ഞിരുന്നതെങ്കിൽ 0ഉം 1ഉം 2ഉം മാത്രമേ വരത്തുള്ളായിരുന്നു.
ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇന്റിജേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ആരും നമ്മൾ എടുക്കണം -2 -1 കൂടി നമ്മൾ എടുക്കണം. അതിന്റെ സ്ക്വയേഴ്സും എന്തിനാ 4 കാട്ടി ചെറുതായിട്ടുള്ള നമ്പേഴ്സ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എഫ് എന്ന് പറയുന്ന സെറ്റ് ഞാൻ പറയുകയാണ് സെറ്റ് ഓഫ് ആൾ എക്സ് സച്ച് ദാറ്റ് അവിടെയും എക്സ് ഇസ് ആൻ ഇന്റിജർ തന്നെ പറയുന്നുണ്ട്. എക്സ് എന്ന് പറയുന്ന ഒരു ഇന്റിജർ തന്നെയാണ്. അവിടുത്തെ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നതാണ് 1/2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 9/2. 1/2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 9/2. വെരി ക്ലിയർ. 1/2 9/2 എന്തായാലും നാച്ചുറൽ നമ്പേഴ്സ് അല്ല, അല്ലെങ്കിൽ ഇന്റിജേഴ്സും അല്ല. ആണോ? അല്ല. 1/2 എന്ന് പറഞ്ഞാൽ ആരാന്നാണ്. ആരാന്ന് പറയുന്ന ഒരിക്കലും നമ്മൾ ഇന്റിജർ ആയിട്ട് നമ്മൾ എടുക്കുന്നില്ല. 9/2 എന്ന് വെച്ചാൽ 4 എന്ന് പറയുന്ന ഒരിക്കലും ഇന്റിജർ ആയിട്ട് നമ്മൾ എടുക്കുക. ഇത് 9/2 നമ്മൾ കാൽക്കുലേറ്റ് അടിച്ചു നോക്കിയാൽ നമുക്ക് 4.5 എന്ന് പ്രിന്റ് കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. ഇവിടെ അര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.5 ആണ്. ഇതെന്ന് പറയുന്നത് 4.5 ആണ്. അപ്പൊ ഇതിന്റെ വാല്യൂസ് എന്ന് പറയുന്നത് എക്സിന്റെ വാല്യൂസ് എന്ന് പറയുന്നത് ഈ 0.5 കാട്ടി കൂടുതലായിരിക്കണം, 4.5 കാട്ടി ചെറുതുമായിരിക്കണം, പിന്നെന്തുവാണ് ഇന്റിജേഴ്സും ആയിരിക്കണം. അപ്പൊ നമുക്ക് നോക്കാം 0.5 അരയെന്ന് കാട്ടി കൂടുതലായിട്ട് അര കഴിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെ ഇന്റിജർ എന്ന് പറയുന്ന ആരാണ്? 1 ആണ് അല്ലെ? അര കഴിഞ്ഞിട്ട് ആദ്യം വരുന്ന ഇന്റിജർ എന്ന് പറയുന്നത് 1 ആണ്. സോ 1 മുതലുള്ള ഇന്റിജേഴ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 1 2 3 4 5 എടുക്കാൻ നോക്കൂ ഇല്ല, കാരണം 4 എന്ന് കാട്ടി ചെറുതായിരിക്കണം. അപ്പൊ 4 വരെയുള്ള ഇന്റിജേഴ്സുകൾ മാത്രമേ നമുക്ക് എടുക്കാൻ കഴിയത്തുള്ളൂ. അപ്പൊ നമുക്ക് എഫ് ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ആൾ നമുക്ക് ആരൊക്കെ എടുക്കാം? 1 എടുക്കാം, 2 എടുക്കാം, 3 എടുക്കാം, 4 എടുക്കാം. നമുക്ക് ആരെ എടുക്കാൻ ഒക്കത്തില്ല? 5 നമുക്കിവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ ഒക്കത്തില്ല. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഡെസിമൽ നമ്പേഴ്സ് വരുമ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അവിടെ പറഞ്ഞിരിക്കുന്ന എക്സ് എന്താണ് എന്നുള്ളത്, അല്ലെങ്കിൽ ആ കോമൺ വാല്യൂ എന്താണ്, അതിന്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ചാണ് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺവേർട്ട് ദ ഫോളോയിങ് റോസ്റ്റർ ഫോം സെറ്റ്സ് ഇൻടു സെറ്റ് ബിൽഡർ ഫോം. താഴെ തന്നിരിക്കുന്ന റോസ്റ്റർ ഫോമുകളെ നമ്മൾ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം? സെറ്റ് ബിൽഡർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണം. സോ അതിനകത്ത് അപ്പൊ നമുക്കിവിടെ ചെയ്യേണ്ടത് റോസ്റ്റർ ഫോമിന് നമുക്ക് തന്നിരിക്കുന്ന സാധനത്തിന് അല്ലെങ്കിൽ തന്നിരിക്കുന്ന സെറ്റിന് നമ്മൾ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം? സെറ്റ് ബിൽഡർ ഫോമിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണം. സെറ്റ് ബിൽഡർ. ഇതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇതിനകത്ത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് പറഞ്ഞിരിക്കുന്നു എ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ആൾ 2 3 5 7. 2 3 5 7 ഈ കാണുന്ന നമ്പേഴ്സിന്റെ പ്രത്യേകത നമ്മൾ നേരത്തെ കണ്ടതാണ്. ഈ 2 3 5 7 എന്ന് പറയുന്നത് they are prime numbers. അപ്പൊ നമ്മൾ ആദ്യം നോക്കേണ്ടതാണ് ഈ തന്നിരിക്കുന്ന എലമെന്റ്സുകൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അപ്പൊ നമ്മൾ നോക്കാൻ നേരത്തെ നമുക്ക് മനസ്സിലാവും 2 3 5 7 എന്ന് പറയുന്നത് they are prime numbers. നാച്ചുറൽ നമ്പേഴ്സ് തന്നെയാണ്, പക്ഷെ മോറോവർ ഇറ്റ് ഈസ് പ്രൈം നമ്പേഴ്സ്. നമുക്ക് അതിനെ പ്രൈം നമ്പേഴ്സ് എന്ന് വിളിക്കും. ഇനി എല്ലാ പ്രൈം നമ്പേഴ്സ് ഇവിടെ ഉണ്ടോ? ഇല്ല. 2 3 5 7 11 എക്സെട്ര അങ്ങോട്ട് ആവശ്യമുള്ള പ്രൈം നമ്പേഴ്സുകളുണ്ട്, പക്ഷെ എവിടം വരെ ഉള്ളു? 7 വരെ ഉള്ളു. ഒന്നുകിൽ നമുക്കതിന് എന്താണ് 8 താഴെയുള്ളതെന്ന് പറഞ്ഞിട്ട് എഴുതാം, അല്ലെങ്കിൽ 9 താഴെയുള്ളതെന്ന് പറഞ്ഞിട്ട് എഴുതാം, അല്ലെങ്കിൽ 10 താഴെയുള്ളതെന്ന് പറഞ്ഞിട്ട് എഴുതാം. അതെല്ലാം ഏത് തന്നെയായിരിക്കും? 2 3 5 7 തന്നെയായിരിക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇവിടുത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ കാണുന്ന സെറ്റിന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ദേ ആർ പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 10 അല്ലെങ്കിൽ ലെസ് ദാൻ 8 അല്ലെങ്കിൽ ലെസ് ദാൻ 9 ഏതുകൊണ്ടെന്ന് നമുക്ക് പറയാം. അപ്പൊ അത് നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിലോട്ട് റെപ്രസെന്റ് ചെയ്തത് എങ്ങനെയാണ്? is equal to set of all x such that നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിലാണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ആളിനെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? ഒരു കോമൺ ലെറ്റർ കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യണം. സോ x such that x is എന്താണ്? എ പ്രൈം നമ്പർ ആണ്. x is a പ്രൈം നമ്പർ. എങ്ങനെയുള്ള പ്രൈം നമ്പർ ആണ്? ലെസ് ദാൻ 8. 8 താഴെയുള്ള പ്രൈം നമ്പർ ആണ്. ഇവിടെ ക്ലിയർ ആണ്. ഇനി എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുമ്പോൾ ഇവിടുത്തെ എക്സ് ഇവിടെയുള്ള എലമെന്റ്സുകൾ എല്ലാത്തിനെയും റെപ്രസെന്റ് ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ. അതുകൊണ്ട് തന്നെ എക്സിന്റെ ഡിസ്ക്രിപ്ഷൻ പറയുമ്പോൾ നമ്മൾ എപ്പോഴും അത് സിംഗുലർ ആയിട്ട് മാത്രമേ ഡിസ്ക്രൈബ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ. നമ്മളിവിടെ എക്സ് ആർ ദ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞ് നമ്മൾ എഴുതത്തില്ല. എക്സ് ഇസ് എ പ്രൈം നമ്പർ. കാരണം ഈ എക്സ് എന്ന് പറയുന്നത് ഇവരെല്ലാത്തിനെയും കൂടി ഡിനോട്ട് ചെയ്യുന്ന ഒരു സിംഗിൾ ലെറ്റർ ആണ്. അതുകൊണ്ട് x is a prime number less than 8. ഓക്കെ. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്
രണ്ടാമത്തെ ക്വസ്റ്റ്യൻ b is equal to ഇത്രയും നമ്പേഴ്സ് അതായത് 5, 10, 15, 20, 25, 30, 35, 40, 45. ഈ നമ്പേഴ്സുകൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഇത് കാണാൻ നേരത്തെ നമുക്കറിയാം ഇത് 5ന്റെ മൾട്ടിപ്പിൾസ് ആണ് അല്ലെ, 5ന്റെ ഗുണിതങ്ങളാണ്. എത്ര വരെയുള്ള ഗുണിതങ്ങളുണ്ട്? 9 45. 5ന്റെ 9ാം ഗുണിതം വരെ അല്ലെങ്കിൽ 9th മൾട്ടിപ്പിൾ വരെയുള്ള നമ്പേഴ്സുകളാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇത് നമുക്ക് സെപ്പറേറ്റർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഇത് നമ്മൾ സെപ്പറേറ്റർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നേരത്തെ നമ്മൾ സെപ്പറേറ്റർ ഫോമിന്റെ കോമൺ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ ഇതാണ്. ഇവിടെയുള്ള എലമെന്റ്സുകൾക്ക് എല്ലാത്തിനും പകരം നമ്മൾ എന്ത് ചെയ്യണം? ഒരു സിംഗിൾ ലെറ്റർ കൊടുക്കണം, അല്ലെങ്കിൽ സിംഗിൾ ലെറ്റർ നമ്മൾ എക്സ് എന്ന് പറഞ്ഞാൽ സാധനം കൊടുക്കുന്നത് എക്സ് സച്ച് ദാറ്റ് നമുക്ക് ഇങ്ങനെ എഴുതാം. നമുക്ക് ഇതിന് രണ്ട് മെത്തേഡിൽ എഴുതാം. ഞാൻ ആദ്യം ഒരു കോമൺ മെത്തേഡ് പറയാം. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഇത് 5ന്റെ ഗുണിതങ്ങളാണ്. ദേ ആർ മൾട്ടിപ്പിൾസ് ഓഫ് 5. ഓക്കെ, എത്രയ്ക്ക് താഴെയുള്ള 46ന് താഴെയുള്ള 5ന്റെ മൾട്ടിപ്പിൾസ് ആണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. നമ്മൾ അങ്ങനെ എഴുതിയാൽ മതി. അല്ലെങ്കിൽ 50ൽ താഴെയുള്ള 45 പറയാം, 46 പറയാം, 47 പറയാം, 48 പറയാം, 49 പറയാം, 50 വരെ പറയാം. 50ൽ താഴെയുള്ള എന്താണ് 5ന്റെ മൾട്ടിപ്പിൾസ്. അപ്പൊ നമ്മളിങ്ങനെ എഴുതും സെറ്റ് ഓഫ് എക്സ് ദാറ്റ് എക്സ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 5. ആരുടെ മൾട്ടിപ്പിൾ ആണ്? മൾട്ടിപ്പിൾ ഓഫ് 5. എത്രയെന്ന് കാട്ടി ചെറുതായിട്ടുള്ള ലെസ് ദാൻ 46 എന്ന് പറഞ്ഞു കൊടുത്തിരുന്നാൽ മതി, ലെസ് ദാൻ 46 എന്ന് പറഞ്ഞു കൊടുത്താൽ മതി, അല്ലെങ്കിൽ ലെസ് ദാൻ 47 എന്ന് കൊടുത്താൽ മതി, അല്ലെങ്കിൽ 48 കൊടുത്താൽ മതി, അല്ലെങ്കിൽ 49 കൊടുത്താൽ മതി, അല്ലെങ്കിൽ 50 കൊടുത്താലും മതി. 51 കൊടുക്കാൻ ഒക്കത്തില്ല, കാരണം 51 ലെസ് ദാൻ എന്ന് പറയാൻ നേരത്തെ ആരും കൂടി വരും, 50 കൂടി അവിടെ വരും. അപ്പൊ നമുക്ക് ഈ രീതി വെച്ചിട്ടാണ് ഇത് നമ്മൾ ഒന്നുകൂടി സ്റ്റാൻഡർഡൈസ് ചെയ്ത് നമ്മൾ പറയുകയാണെങ്കിൽ, ഒന്ന് സ്റ്റാൻഡർഡൈസ് ചെയ്ത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഇങ്ങനെ എഴുതും സെറ്റ് ഓഫ് ആൾ എക്സ് സെറ്റ് ദാറ്റ് എക്സ് എന്ന് പറയുന്ന മൾട്ടിപ്പിൾ ഓഫ് 5 എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നമ്മൾ എഴുതും എക്സ് ഈസ് ഈക്വൽ ടു 5n എന്ന് പറഞ്ഞു. 5ന്റെ മൾട്ടിപ്പിൾ ആണ്. n എന്ന് പറയുന്നത് 1 ആവാം, 2 ആവാം, 3 ആവാം, 4 ആവാം, 5 ആവാം, 6 ആവാം, 7 ആവാം, 8 ആവാം, 9 ആവാം. അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു 5n എന്ന് പറഞ്ഞു എഴുതുക. ഇനി ഇവിടെ n-ന്റെ വാല്യൂ എന്ന് പറയുന്നത് എവിടെ മുതൽ? 1 മുതൽ എത്ര വരെ വരും? അതായത് ഇവിടെ 1 ഗുണം 5 ആണ്, ഇവിടെ 2 ഗുണം 5 ആണ് അല്ലെ, അല്ലെ തിരിച്ചു പറയാം 5 ഗുണം 2 ആണ്, ഇവിടെ 5 ഗുണം 3 ആണ്, ഇത് 5 ഗുണം 4 ആണ്, എക്സെട്ര ഇവിടെ 5 ഗുണം 9 വരെ വരും. അപ്പൊ n-ന്റെ വാല്യൂ എവിടെ മുതൽ? 1 മുതൽ 9 വരെയുള്ള വാല്യൂസ്, 9 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ അടുത്ത സ്റ്റെപ്പ് ആയിട്ട് എഴുതണം n എന്ന് പറയുന്നത് n ഈസ് എ നാച്ചുറൽ നമ്പർ. n എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ ആണ്. ഇത്രയും നമ്മൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ കാണുന്ന സെറ്റ് 5ന്റെ മൾട്ടിപ്പിൾസിന്റെ സെറ്റ് ആണ്. ഇത്രയും നമ്മൾ എഴുതിയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന 5, 10, 15, 20, 40, 45, 50, 55, 60, എക്സെട്ര 100, 105 എങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് 45 വരെ മതി. അതായത് ഇവിടെ n-ന്റെ റെസ്ട്രിക്ഷൻ നമ്മൾ ഇനി വീണ്ടും എന്ത് ചെയ്യണം? അവിടെ ഡിസ്ക്രൈബ് ചെയ്യണം. n എവിടെ വരെയുള്ള? 9 വരെയുള്ള. അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതും 1 മുതൽ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അപ്പൊ 1 മുതൽ 9 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് അതിന്റെ മൾട്ടിപ്പിൾസ് ആണ് 5. അത് ഇവിടെ n കൊടുക്കും. n ആയിട്ട് n നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 5ന്റെ മൾട്ടിപ്പിൾസ് നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അതായത് ആദ്യത്തെ 9 മൾട്ടിപ്പിൾസ് അതാണ് നമ്മളിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. C is equal to set of 1, 4, 9, 16, 25, 36, 49, 64, 81, 81. ഈ കാണുന്ന നമ്പേഴ്സിന്റെ പ്രത്യേകത they are all perfect squares. ഇതെല്ലാം എന്താണ്? പെർഫെക്റ്റ് സ്ക്വയർസ് ആണ്. ഇത് 1ന്റെ സ്ക്വയർ ആണ്, ഇത് 2ന്റെ സ്ക്വയർ ആണ്, ഇത് 3ന്റെ സ്ക്വയർ ആണ്, ഇത് 4ന്റെ സ്ക്വയർ ആണ്, ഇത് 5ന്റെ സ്ക്വയർ ആണ്, ഇത് 6ന്റെ സ്ക്വയർ ആണ്, ഇത് 7ന്റെ സ്ക്വയർ ആണ്, ഇത് 8ന്റെ സ്ക്വയർ ആണ്, ഇത് 9ന്റെ സ്ക്വയർ ആണ്. അതായത് നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ് ആണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ദേ ആർ ദ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അല്ലെങ്കിൽ സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. ഏതിനകത്ത് കാട്ടി ചെറുതായിട്ടുള്ള 100നേക്കാൾ ചെറുതായിട്ടുള്ള നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെ നമുക്ക് എങ്ങനെ എഴുതാം? C is equal to set of all x such that x is a perfect square. Perfect square less than 100. 100ൽ താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയേഴ്സ്.
ഇത് നമ്മൾ ഒന്നുകൂടി സ്റ്റാൻഡർഡൈസ് എഴുതുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാമോ? ഫിസിക്കൽ സെറ്റ് ഓഫ് ആൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ഈക്വൽ ടു ഇവിടെ വന്നിരിക്കുന്ന 1 സ്ക്വയർ അല്ലെ, ഇത് 1 സ്ക്വയർ, ഇവിടെ 2 സ്ക്വയർ, ഇവിടെ 3 സ്ക്വയർ എക്സെട്ര ഇങ്ങനെ ഇവിടെ 9 സ്ക്വയർ വരെ വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ വ്യത്യാസം വന്നിരിക്കുന്നത് ഇവിടുത്തെ ബേസിനാണ് വ്യത്യാസം വന്നിരിക്കുന്നത് അല്ലെ. അങ്ങനെ ബേസിന് വ്യത്യാസം വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബേസ് വ്യത്യാസം വന്നിരിക്കുന്നത് എവിടെയാണ്, അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ് പോയിരിക്കുന്നത് എവിടെയാണ് നമ്മൾ നോക്കുക, ബേസിലാണ് പോയിരിക്കുന്നത്. ആ നാച്ചുറൽ നമ്പേഴ്സ് ബേസിൽ പോയിരിക്കണമെങ്കിൽ ആ ബേസിന് നമ്മൾ എന്നു പറഞ്ഞു കൊടുക്കുക. ഇവിടെ എല്ലാം സ്ക്വയർ 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 സ്ക്വയർ, അപ്പൊ നമുക്ക് എക്സ് ഈസ് ഈക്വൽ ടു n സ്ക്വയർ എന്ന് പറഞ്ഞ് എഴുതാം. എന്നിട്ട് പറയണം n is a natural number, n is a natural number, n is a natural number. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി, ലെസ് ദാൻ 10 എന്ന് പറഞ്ഞ് എഴുതിയാൽ മതി. n is a natural number less than 10, less than 10. അല്ലെങ്കിൽ n is a natural number കഴിഞ്ഞിട്ട് ഇങ്ങനെ കൊടുത്താലും മതി, 1 less than or equal to n less than or equal to ഇവിടെ എത്രന്റെ സ്ക്വയർ വന്നിട്ടുണ്ട്, 9 സ്ക്വയർ വരെ വന്നിട്ടുണ്ട്. അപ്പൊ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ നോക്കും, ഒരു സെറ്റ് ബിൽഡർ ഫോമിലോട്ട് നമുക്ക് എന്തിനെ കൺവേർട്ട് ചെയ്യാൻ നോക്കും, തന്നിരിക്കുന്ന ഗിവൺ റോസ്റ്റർ ഫോമുകളെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ നോക്കും. കഴിവതും നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിൽ കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇത്തിരി കൂടി പക്കയായിരിക്കും. നമ്മൾ സാധാരണ എന്ന് പറയാൻ നമ്മൾ എഴുതുന്ന ആൻസർ ഇത്തിരി കൂടി എന്താണ് ക്ലാരിറ്റി ഉള്ളതായിരിക്കും. പക്ഷെ ഇങ്ങനെ എഴുതിയെന്ന് പറഞ്ഞതിന് മാർക്കൊന്നും കുറയ്ക്കത്തില്ല. പക്ഷെ നമ്മുടെ ഇത്തിരി കൂടി ഈ രീതിയിൽ എഴുതി വരുന്നത് നിങ്ങൾക്ക് ഇൻ ഫ്യൂച്ചർ നിങ്ങൾക്ക് വളരെയധികം ഉപയോഗം ചെയ്യും. ഓക്കെ, ഇത്രയും ഡിസ്ക്രൈബ് ചെയ്ത് എഴുതേണ്ട കാര്യം അവിടെ